ആതിഥ്യമരളിയപ്പോൾ അതിന്റെ നേതൃത്വ സ്ഥാനത്ത് ബഹുമാനപ്പെട്ട സാറിന്റെ നേതൃത്വം സജീവമായിരുന്നു. ഇപ്പോൾ സാറ് KSIDC ചെയർമാൻ എന്ന പദവിയും സ്മാർട്ട് സിറ്റിയുടെ ഡയറക്ടറായും ഒക്കെ അനുഗ്രഹീതമായ ശുശ്രൂഷകൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. He is often credited with problem solving skills and infectious enthusiasm എന്നാണ് സാറിനെ കുറിച്ച് വിശേഷിപ്പിച്ച് കാണുന്നത്. Always a role model for each and everyone. നമുക്ക് എല്ലാവർക്കും നമ്മുടെ തലമുറകൾക്കൊക്കെ ജിജി സാറിനെ നോക്കി പഠിക്കട എന്ന് പറയാൻ തക്കവണ്ണം നമുക്ക് ധൈര്യത്തോടെ പറയാൻ ഒരു വ്യക്തിത്വമാണല്ലോ. ഇന്ന് നമ്മോടുകൂടെ ഈ ആരാധനയിൽ സംബന്ധിക്കുന്നത് ഏറെ സന്തോഷം. മലങ്കര സഭയ്ക്ക് മുഴുവൻ സാറൊരു അഭിമാനമാണ്. ക്രൈസ്തവ ലോകത്തും സുവിശേഷ പ്രസംഗത്തിലും എല്ലാം മുന്നിട്ട് നിൽക്കുന്ന സാറ് ഇന്ന് നമ്മോടുകൂടെ സംബന്ധിക്കുന്നത് ഏറെ സന്തോഷം. കഴിഞ്ഞ വർഷം നവംബർ മാസത്തിൽ നമ്മുടെ ഇടവക സന്ദർശിച്ചിരുന്നു. നമ്മുടെ ഈ സേവിയാ സംഘത്തിന്റെ സുവർണ ജൂബിലി പരിപാടികളുടെ മീറ്റിങ്ങുകളിലൊക്കെ സാറ് കുടുംബമായി സംബന്ധിച്ചത് ഈ സമയത്ത് സന്തോഷത്തോടെ ഓർക്കുന്നു. വളരെ ലളിതമായ ജീവിതവും ഉന്നതമായ ദർശനങ്ങളും ഒക്കെയുള്ള സാറ് ഇന്ന് നമ്മോടുകൂടെ സംബന്ധിക്കുന്നത് ഏറെ സന്തോഷം. വാസ്തവത്തിൽ ഒരു ചെറിയ പേടിയിൽ കൂടെ ആയിരുന്നു ഈ ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ തിരുവനന്തപുരത്ത് അതിഭയങ്കരമായ മഴയായിരുന്നു. സാറിന് ഇന്ന് ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്നറിയത്തില്ലായിരുന്നു. അപ്പൊ സാറ് ഇന്നലെ തന്നെ ഒരു വീഡിയോ ഒക്കെ ഭംഗിയായി റെക്കോർഡ് ചെയ്ത് അഥവാ എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാം എന്ന് പറഞ്ഞ് അത്രയും കാര്യമായി ആ കാര്യം ശ്രദ്ധിക്കുകയും നമുക്ക് അയച്ചു തരികയും ചെയ്തു. എനിക്ക് എന്നാലും മനസ്സിലുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും മഴയൊന്ന് മാറിയിരുന്നെങ്കിൽ നമുക്കിന്ന് ഒരുമിച്ച് സാറിനെ കാണാനും കേൾക്കാനും ഇടയായിരുന്നെങ്കിൽ. രാവിലെ എഴുന്നേറ്റപ്പോഴാണെങ്കിലും ഒന്ന് വിളിച്ചാലോ എന്ന് എന്റെ മനസ്സ് പറഞ്ഞു. പിന്നെ ഞാൻ ഓർത്ത് അത് ശരിയല്ലല്ലോ. എന്നാൽ സാറ് തന്നെ ഇങ്ങോട്ട് മെസ്സേജ് അയക്കുകയും ഇന്ന് മഴയൊക്കെ മാറിയിരിക്കുന്നു എന്ന് പറയുകയും ഇന്ന് ദൈവം കൃപയാൽ ഇത് നമുക്ക് എല്ലാവർക്കും സംഭവ്യമായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഏറെ ബഹുമാനത്തോടും സ്നേഹത്തോടും വിനയത്തോടും കൂടെ ബഹുമാനപ്പെട്ട ചെറിയാനച്ചനോടും സജേഷച്ചനോടും ചേർന്ന് ദുബായ് മാർത്തോമ ഇടവകയുടെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവവചന പ്രഘോഷണത്തിനായിട്ട് ക്ഷണിക്കുകയും ചെയ്യുന്നു. എന്റെ പ്രിയപ്പെട്ട സിജു അച്ഛൻ, സജീഷ് അച്ഛൻ, പിന്നെ ചെറിയാനച്ഛനും ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ. എന്റെ പ്രിയപ്പെട്ട ദുബായ് മാർത്തോമ പള്ളിയിലെ ഇടവകാംഗങ്ങളെ, പ്രിയപ്പെട്ട സ്നേഹിതരെ, വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ എനിക്കൊരു അവസരം ലഭിച്ചിരിക്കുകയാണ്. ഈ പ്രാവശ്യം നേരിട്ട് കാണാൻ പറ്റുന്നില്ല എങ്കിലും ഞാൻ തിരുവനന്തപുരത്തിരുന്നുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും കാണാൻ ശ്രമിക്കുകയാണ്. ഇത് ഒരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണുകയാണ്. ഇന്നലെ അച്ഛൻ പറഞ്ഞതുപോലെ ഇന്നലെ എനിക്ക് സംശയമായിരുന്നു ഇന്ന് ഈ ലൈവ് പ്രോഗ്രാം നടത്താൻ പറ്റുമോ എന്ന്. അപ്പൊ നിങ്ങൾ നിരാശരാകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്നലെ തന്നെ ഒരു വിഷയത്തെക്കുറിച്ച് ഒരു പ്രസംഗം റെക്കോർഡ് ചെയ്ത് അച്ഛൻ അയച്ചു കൊടുത്തു. എന്തെങ്കിലും കാരണവശാൽ ഇന്ന് ഈ ലൈവ് പ്രോഗ്രാം നടക്കാതെ വന്നാൽ ആ പ്രസംഗം പ്ലേ ചെയ്യാം എന്ന് ഒരു വീഡിയോ അയച്ചു കൊടുത്തു. അപ്പൊ ഇന്നലെ രാത്രി 11 മണി മുതൽ ഒരു തകർപ്പൻ മഴയാണ്. ഞാൻ രാത്രി 2 മണിക്ക് എഴുന്നേറ്റ് നോക്കി, അപ്പോഴും മഴ പെയ്യുകയാണ്. അപ്പൊ ഏതായാലും 6 ഒക്കെ ആയപ്പോഴേക്കും മഴ ഒന്ന് തോർന്നു. ഇപ്പൊ ഇങ്ങനെ മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. അപ്പൊ മഴ ഇല്ല. നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ മഴ പെയ്താൽ ഇവിടെ ഇന്റർനെറ്റ് പോകും. ഇന്റർനെറ്റ് പോയാൽ പിന്നെ നിങ്ങളോട് ബന്ധപ്പെടാനാവില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആ പ്രസംഗം അയച്ചു കൊടുത്തത്. ഏതായാലും ദൈവാനുഗ്രഹത്താല് ഇപ്പൊ മഴ നിന്നു. ഇന്റർനെറ്റിന് ഇതുവരെയ്ക്കും കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നു. പിന്നെ അച്ഛനോട് ഞാൻ രാവിലെ പറഞ്ഞു, പിന്നെ നമ്മള് ഈ ഒരു സർഫ് മേടിക്കുമ്പോൾ ഒരു ഹമാം സോപ്പ് ഫ്രീ എന്നൊക്കെ പരസ്യം കണ്ടിട്ടില്ലേ? അതുപോലെ എന്നെ ഒരു പ്രസംഗത്തിന് വിളിച്ച ഒരു പ്രസംഗം ഫ്രീ ആയിട്ട് കിട്ടും. അതുകൊണ്ട് ഞാൻ അച്ഛൻ്റെ ഒരു പ്രസംഗം അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് പിന്നെ അച്ഛന് സൗകര്യം പോലെ എപ്പോഴെങ്കിലും ആരെങ്കിലും വിളിച്ചവര് വരാതിരിക്കുന്ന സമയത്ത് അത് പ്ലേ ചെയ്യാം. ഉടനെ ഒന്നും കാണിച്ചു കളയരുത്. അതുകൊണ്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് മതി. എന്റെ പ്രിയപ്പെട്ട സ്നേഹിതരെ, ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഇന്ന് നമ്മളെല്ലാം കൊറോണ കാലത്തിലാണ് ജീവിക്കുന്നത്. കൊറോണ എന്നതൊരു ലത്തീൻ പദമാണ്, ലാറ്റിൻ വാക്കാണ്. അതിന്റെ അർത്ഥം കിരീടം എന്നാണ്. അപ്പോൾ കൊറോണ എന്ന് പറഞ്ഞാൽ കിരീടം.
കൊറോണയുടെ ചിത്രമൊക്കെ നിങ്ങൾ ആ വൈറസിന്റെ ചിത്രമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവണമല്ലോ. ആ കിരീടം പോലെ ഇരിക്കുന്നത് കൊണ്ടാണ് അതിന് കിരീടം കൊറോണ എന്ന് പേര് വന്നത്. പക്ഷെ കൊറോണ ലോകത്തിന് സമ്മാനിച്ചത് കിരീടമല്ല, മുൾക്കിരീടമാണ്. കാരണം എത്ര പേരാണ് ദിവസം തോറും മരിച്ചുകൊണ്ടിരിക്കുന്നത് ലോകമെമ്പാടും. അതിൽ വലിപ്പ ചെറുപ്പ ഭേദമില്ല, ജാതി വ്യത്യാസമില്ല, രാജ്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങളില്ല. എല്ലായിടത്തും അത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാവിലെയും കേട്ട വാർത്ത വളരെ ഭയാനകമാണ്. കാരണം ഇന്ത്യയിൽ പോലും ഒരു സെപ്റ്റംബർ ഒക്ടോബർ ആവുമ്പോഴേക്കും ഇന്ത്യയുടെ പകുതി ആൾക്കാർക്ക് ഈ രോഗം വരുമെന്നാണ് പറയുന്നത്. അത് ഒരു വലിയ ദുരന്തമായിരിക്കും. കാരണം ഇന്ന് പേപ്പറിലുണ്ട്, മുംബൈക്കാളും കൂടുതൽ ഇപ്പൊ മുന്നിട്ട് നിൽക്കുന്നത്, രോഗങ്ങൾ കൂടുതൽ നിൽക്കുന്നത് ഡൽഹിയാണ്. പക്ഷെ മരണനിരക്ക് മുംബൈയിലാണ് കൂടുതൽ. ഇങ്ങനെ ഓരോ ദിവസവും വാർത്തകൾ വരുന്നു. ഇത് വളരെ ഭയാനകമായ ഒരു സ്ഥിതിയാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇപ്പം നമ്മൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇന്ത്യയിലെ മറ്റു രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മരണനിരക്ക് ഇവിടെ കുറവാണ്. അമേരിക്കയിലോ അല്ലെങ്കിൽ ഇറ്റലിയിലോ ഉള്ളതുപോലെയുള്ള മരണനിരക്ക് ഇന്ത്യയിൽ ഇല്ല. അതിന്റെ കാരണങ്ങളെ കുറിച്ചൊന്നും ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. പല തിയറീസ് ഉണ്ട്, പല പ്രിസംഷൻസ് ഉണ്ട്. കാരണം നമ്മുടെ ഒരു ആയുർവേദ ബന്ധപ്പെട്ട ഉള്ള ഒരു ജീവിതചര്യ, നമ്മൾ കൂടുതൽ പച്ചക്കറി ഉപയോഗിക്കുന്നു, നമ്മുടെ തുടങ്ങിയ പല കാരണങ്ങളുണ്ട്. അതെന്തോ ആവട്ടെ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ, അതായത് ഇപ്പൊ ഈ വർഷം മുഴുവനും ഈ രോഗം അതിന്റെ സർവ ശക്തിയോടും കൂടി വ്യാപരിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് കൊറോണയുമൊത്ത് ജീവിച്ചേ മതിയാവുകയുള്ളൂ. കൊറോണയുമൊത്ത് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ആർട്ട് ഓഫ് ലിവിങ് വിത്ത് കൊറോണ എന്ന് വേണമെങ്കിൽ പറയാം. കൊറോണയുമൊത്തുള്ള ഒരു ജീവിത ചര്യ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. കൊറോണ ഉണ്ടാക്കിയ പല സൗകര്യങ്ങളും പല പ്രശ്നങ്ങളും ഉണ്ട്. ഞാൻ നോക്കുമ്പോൾ ഇത് ചില കോൺട്രഡിക്ഷൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ പറയുന്നു കൊറോണയെ നേരിടാനായിട്ട് സാമൂഹിക അകലം പാലിക്കണം. ഗവൺമെന്റ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. റോഡിലൊക്കെ പോകുമ്പോഴും എവിടെ പുറത്തു പോകുമ്പോഴും എല്ലാം നമ്മളൊരു സേഫ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. ഇത് കൊറോണയെ പ്രതിരോധിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട വഴിയാണ്. പക്ഷെ നമ്മളുടെ ക്രൈസ്തവ ജീവിതവുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ ഇതൊരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ അകലം പാലിക്കേണ്ടവരല്ല, അകന്ന് ജീവിക്കേണ്ടുന്നവരല്ല, നമ്മൾ ഒരുമിച്ച് ജീവിക്കേണ്ടുന്നവരാണ്. നമ്മളുടെ ഇപ്പൊ തന്നെ ചിലരൊക്കെ പറയുന്നുണ്ട്, കൊറോണ വന്നതോടുകൂടി ആളുകൾക്ക് ദൈവവിശ്വാസം കൂടി എന്ന് പറയുന്നു. കാരണം എല്ലാവരും വീട്ടിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇപ്പൊ 2 നേരം മിനിമം എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം അതിന് സമയമുണ്ട്, പിന്നെ വേറെ തിരക്കുകളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഇപ്പൊ രാവിലെയും വൈകുന്നേരവും ഒക്കെ പ്രാർത്ഥന കേൾക്കാം. അപ്പൊ ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള വീടുകളിലൊക്കെ ചിലപ്പം വൈകുന്നേരം ശ്രദ്ധിച്ചിരുന്നാല് പ്രാർത്ഥിക്കുന്ന ശബ്ദം കേൾക്കാം. അപ്പൊ മുമ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ കൊറോണ അങ്ങനെ ഒരു സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ചിലർ പറയുന്നു ഇത് കാരണം ആത്മീയത കൂടി, ആളുകൾക്കൊക്കെ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവരെ കുർബാനയെല്ലാം കാണുന്നത് ടിവിയില് ഇന്റർനെറ്റിൽ കൂടി ഒക്കെ കാണുന്നു. അപ്പൊ ഇഷ്ടമുള്ള അച്ഛന്മാരുടെ കുർബാന കാണുന്നു. കണ്ടിട്ട് അതെല്ലാം വളരെ ഇപ്പൊ പറയുന്ന വാക്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാകുന്നു എന്നൊക്കെയാ പറയുന്നത്. സെറ്റിയിൽ ചാരി ഇരുന്ന് അല്ലെങ്കിൽ ഒരു കപ്പ് ചായയും മൂന്തി ഇടയ്ക്ക് തുബ്ദനൊക്കെ വായിക്കുമ്പോ പത്രത്തിന്റെ പ്രധാനപ്പെട്ട ഹെഡ്ലൈൻസും ഒക്കെ നോക്കാനൊക്കെ ഉള്ള സൗകര്യം ഉള്ളതുകൊണ്ട് നല്ലൊരു ഏർപ്പാടാണെന്നാണ് ചിലരൊക്കെ പറയുന്നത്. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ഇതല്ല ക്രൈസ്തവ പ്രാർത്ഥനയുടെ രീതി. നമ്മളുടെ വിശ്വാസം അനുസരിച്ച് നമ്മുടെ പ്രാർത്ഥനയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയാണ്. നമ്മുടെ കർത്താവിന്റെ ശരീരവും അവന്റെ രക്തവും നമ്മൾ അതിൽ പാർട്ടേക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ ആരാധന പൂർണ്ണമാകുന്നത്. അത് ചെയ്യാതെയുള്ള എന്ത് ആരാധന എത്ര ആത്മീയത വളർത്തിയാലും അത് പൂർണ്ണമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോഴേ ഓരോ പ്രാവശ്യം രാവിലെ ടിവിയിൽ കുർബാന കാണുമ്പോഴും ഞായറാഴ്ച കാണുമ്പോഴും എനിക്ക് സങ്കടമാണ്, എനിക്ക് കരച്ചിലാണ് വരുന്നത്. എപ്പോഴാണ് എനിക്ക് എന്റെ പള്ളിയിൽ പോയി നിന്ന് മറ്റുള്ളവരോട് ഒത്തുനിന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നത് എന്ന് ഓർക്കുമ്പോൾ സങ്കടം വരുന്നുണ്ട്. കാരണം എന്റെ വിശ്വാസം അതാണ്. കാരണം കർത്താവിന്റെ രക്തവും കർത്താവിന്റെ മാംസവും അത് നമ്മൾ സ്വായത്തമാക്കുമ്പോൾ, സ്വാംശീകരിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ക്രൈസ്തവരായി മാറുന്നത്, അല്ലെ? അതിന് പുതുക്കത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്നത്.
അപ്പോൾ സാമൂഹിക അകലം വേണമെന്ന് സർക്കാർ പറയുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ക്രൈസ്തവർ എന്നുള്ള നിലയിൽ അത് ഒരു കോൺട്രഡിക്ഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ പറയുന്നു മാസ്ക് ധരിക്കണം. എല്ലാവരും മാസ്ക് ധരിച്ചാ നടക്കുന്നത്. ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ദൂരെ നിന്ന് സംസാരിക്കുന്നതോട് ഇപ്പൊ ഞാൻ മാസ്ക് ധരിക്കേണ്ട ആവശ്യമില്ല. എങ്കിലും നിങ്ങളും അവിടെ ദുബായില് എല്ലായിടത്തും മാസ്ക് ധരിച്ചാകും പോകുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പൊ ഇന്ത്യയിൽ ഇപ്പോൾ കേരളത്തിലെ എല്ലായിടത്തും എവിടെ നോക്കിയാലും എല്ലാവരും മാസ്ക് ധരിച്ചാ പോകുന്നത്. സമരം ചെയ്യുന്നവർ പോലും മാസ്ക് ധരിച്ച്, സാമൂഹിക അകലം പാലിക്കുന്നില്ല എങ്കിലും മാസ്ക് ധരിച്ചാണ് എല്ലാവരും സമരം പോലും ചെയ്യുന്നത്. അപ്പോൾ മാസ്ക് ധരിക്കണം എന്ന് പറയുന്നത് ഒരു ഒരു സർക്കാർ പറയുന്നതാണെങ്കിലും എഗെയിൻ നമ്മളുടെ കാര്യത്തില് അത് ശരിയാണോ? കാരണം ദൈവമേ നിന്റെ മുഖം എനിക്ക് മറക്കരുതേ എന്നാണ് സങ്കീർത്തനക്കാരൻ പാടുന്നത്, അല്ലെ? നിന്റെ മുഖം മറയ്ക്കാൻ പാടില്ല. അപ്പൊ അവന്റെ മുഖം മറയ്ക്കാതിരിക്കാനെങ്കിൽ മാസ്ക് വെക്കാൻ പാടില്ല. അപ്പൊ മാസ്ക് വെച്ചാല് നമ്മുടെ മുഖം മറഞ്ഞു പോവുകയാണ്. അപ്പൊ അവിടെയും ഒരു ചെറിയ കോൺട്രഡിക്ഷൻ ഉണ്ട് എന്ന് തോന്നുന്നു. ഏതായാലും ഇത് രണ്ടും കാര്യങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് തീർച്ചയായിട്ടും ഇത് ഒരു വലിയ ഒരു സമയം ഒരു അവസരം തന്നിരിക്കുക. കാരണം നമ്മളൊക്കെ എന്ത് ധൃതിയായിരുന്നു അല്ലേ? നമുക്കൊക്കെ എവിടെയായിരുന്നു സമയം? പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞാൽ പിന്നെ പോയേ തീരുവല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ പള്ളിയിൽ ചെല്ലും. 7 മണിക്ക് കുർബാന എന്ന് പറഞ്ഞാല് 7:15 എത്തും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിങ്ങനെ വാച്ച് നോക്കിക്കൊണ്ട് നിൽക്കുക, അച്ഛൻ എപ്പോഴാണ് ഇതൊന്നും തീർക്കുന്നത്? 8 മണിയാകുമ്പോഴത്തേക്കും നമുക്ക് തിരക്കായി. കാരണം ഇത് കഴിഞ്ഞ് അബുദാബി പോകാനുണ്ട്, പിന്നെ അല്ലെങ്കിൽ കരാമയിൽ ഭക്ഷണം കഴിക്കാൻ പോകാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാച്ച് നോക്കി നിൽക്കുകയായിരിക്കും. ഏതായാലും ഇങ്ങനെ ധൃതിപ്പെട്ട മനുഷ്യനോട് ഇപ്പൊ ദൈവം പറയുകയാണ്, നിക്ക് ഇത്രയൊന്നും ധൃതി വേണ്ട, അല്പം നീ സാവകാശം ഇരിക്കും, നിന്റെ ഇതിനെക്കുറിച്ച് തന്നെ ഒന്ന് വിശകലനം ചെയ്യും, ഒരു ഇൻട്രോസ്പെക്ഷൻ നടത്ത് എന്നൊക്കെ പറഞ്ഞ് ദൈവം തമ്പുരാൻ നമ്മളോട് കൽപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മളെല്ലാവരും ഇപ്പൊ വീട്ടിൽ സമയമുണ്ട്, അതുകൊണ്ട് എല്ലാവരും ഒക്കെ ഇരുന്ന് നമുക്ക് തന്നെ നമ്മളെ കുറിച്ചൊക്കെ ഒരു വിചിന്തനം നടത്താം, ഇല്ലേ? ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങളുടെ പള്ളിയില് ഇതേപോലെ അയച്ച ഒരു വീഡിയോയില് അച്ഛൻ എന്നോട് ചോദിക്കുകയായിരുന്നു, സാറേ ഈ കൊറോണ കാലത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ, കൊറോണ കഴിയുമ്പോഴത്തേക്ക് എന്തൊക്കെയാ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, എന്റെ അച്ഛാ ഏറ്റവും നല്ലൊരു കാര്യം ഞാൻ പറയാം, എളുപ്പം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അറിയാം. കാരണം ഈ ലോക്ക്ഡൌൺ പീരീഡില് നമ്മൾ 100 ദിവസത്തിൽ കൂടുതൽ ഇപ്പൊ ലോക്ക്ഡൌണിലായിരുന്നു, ഇല്ലേ? ഞങ്ങളൊക്കെ അതിൽ കൂടുതൽ സമയം കേരളത്തില് 100-120 ദിവസമൊക്കെ ആയി കഴിഞ്ഞു. അപ്പൊ ഈ ലോക്ക്ഡൌണിൽ ഇരുന്നപ്പോഴ് ആണ് ഭാര്യ ഭർത്താക്കന്മാര് തുടർച്ചയായി 100 ദിവസം അടുത്തിരുന്നത്. കല്യാണം കഴിച്ചിട്ട് പോലും ഇവർ ഒരുമിച്ചിരുന്നെന്ന് തോന്നുന്നില്ല. എന്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. അപ്പൊ 100 ദിവസം ഭാര്യയും ഭർത്താവും കൂടി ഒരുമിച്ചിരുന്നപ്പോഴത്തേക്കും ഭാര്യ പറയുക, അയ്യോ ഈ തോമാച്ചൻ ഇങ്ങനെയൊക്കെ ചില ഗുണങ്ങളുണ്ടെന്ന് ഇപ്പോഴാണല്ലോ എന്റെ ഈശോയെ ഞാൻ അറിഞ്ഞത് എന്ന് നെടുവേർപ്പെടും. തോമാച്ചൻ പറയും, എന്റെ മറിയക്കുട്ടിക്ക് ഇത്രയും നല്ല കഴിവുണ്ടെന്നുള്ളത് ഇപ്പോഴാണല്ലോ ഞാൻ അറിഞ്ഞത് എന്ന് തോമാച്ചനും പറയും. അപ്പൊ ഭാര്യ ഭർത്താക്കന്മാര് 100 ദിവസങ്ങളിൽ ലോക്ക്ഡൌണിൽ 100 ദിവസം ഒരുമിച്ച് എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ഒരു പുസ്തകം എഴുതാം. ഈ സഖാക്കളൊക്കെ ഒളിസങ്കേതത്തിൽ 100 ദിവസം എന്നൊക്കെ പറഞ്ഞ് പുസ്തകം എഴുതുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ വേണമെങ്കിൽ ഇതുപോലെ ഒരു പുസ്തകം വേണമെങ്കിൽ എഴുതാം, നല്ല ചെലവാകും. അതുകൊണ്ട് അങ്ങനെ എളുപ്പമാർഗം ഉണ്ടെന്ന് ഞാനിങ്ങനെ തമാശയായിട്ട് പറയുകയായിരുന്നു. ഏതായാലും അത് കുറെയൊക്കെ സത്യമാണ്. കാരണം നമ്മളെല്ലാവരും പരസ്പരം അറിയാൻ തുടങ്ങി, ഇല്ലേ? അതും ദൈവം തമ്പുരാൻ നൽകിയ ഒരു നല്ലൊരു അവസരമായിട്ട് കാണുക. എല്ലാ ക്രൈസിസിലും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതാണ് വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞത്. ഒരു ക്രൈസിസും നമ്മൾ എല്ലാവരും ഒരു നല്ല ക്രൈസിസ് ആണോ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. ഇവിടെ നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി വന്നിരിക്കുകയാണ്. ആ ഓപ്പർച്യൂണിറ്റി ഇതാണ്, പരസ്പരം അറിയുക, മറ്റുള്ളവരെ അറിയുക, നമ്മളെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്യുക, ഒരു ഇൻട്രോസ്പെക്ഷൻ നടത്തുക, ആത്മപരിശോധന നടത്തുക എന്ന് മലയാളത്തിൽ പറയും. എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. മുമ്പൊന്നും നമുക്ക് അതൊന്നും സാധിക്കുമായിരുന്നില്ല. ഇപ്പോഴും ഇഷ്ടംപോലെ സമയം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് ആലോചിക്കാം. വേദപുസ്തകം എടുത്ത് വായിക്കാറുണ്ട്. ഇപ്പൊ വായിക്കുമ്പോൾ ആ വാക്യം വീണ്ടും വീണ്ടും മനനം ചെയ്യുമ്പോൾ ഇന്നലെ വരെ കണ്ടിട്ടില്ലാത്ത പുതിയ അർത്ഥങ്ങൾ, പുതിയ തലങ്ങൾ, അതൊക്കെ നമുക്ക് അറിയാൻ കഴിയും. അപ്പൊ ഇതിനൊക്കെ ഉള്ള ഒരു വലിയ അവസരമായിട്ട് നമ്മൾ ഇത് കാണണം. അപ്പോൾ പക്ഷെ ഞാൻ ഇതൊക്കെ ഇങ്ങനെ ഒരു തമാശയായിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും തീർച്ചയായിട്ടും ഒരുപാട് പേര് ഇത് കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്, ഇല്ലേ? ആ കഷ്ടപ്പാടുകളില് രോഗം വന്ന് കഷ്ടപ്പെടുന്നവര്, രോഗത്തിന് അടിമപ്പെടുന്നവര്, ദുബായിൽ തന്നെ ഇപ്പൊ 10-22 മലയാളികൾ മരിച്ചു എന്നാണ്
റിപ്പോർട്ട്. അതിൽ കൂടുതൽ ഉണ്ടാവും എനിക്ക് അറിഞ്ഞുകൂടാ, ചിലപ്പോൾ ഇന്നത്തെ കണക്കുകളൊന്നും ഞാൻ നോക്കിയിട്ടില്ല. ഏതായാലും ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ ഒരു രോഗം കൊണ്ട് രോഗത്തിന് അടിമപ്പെടുന്നവരുടെ സംഖ്യ കൂടി വരുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ പലപ്പോഴും നമ്മൾ തന്നെ സ്വയം ചിന്തിക്കും, നമ്മൾ ഇത്രയൊക്കെ പ്രാർത്ഥിക്കുന്നു, നമ്മൾ പള്ളിയിൽ പോകുന്നു, നമ്മൾ വലിയ വിശ്വാസം നമ്മൾ കാത്തു സൂക്ഷിക്കുന്നു, ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും ഈ അനിഷ്ട സംഭവങ്ങൾ എന്തുകൊണ്ടാണ് നമുക്ക് ഉണ്ടാകുന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ ചിലപ്പോൾ ഒന്ന് ചിന്തിച്ചു എന്ന് വന്നേക്കാം. ഉറക്കെ പറഞ്ഞില്ലെങ്കിലും നമ്മൾ മനസ്സിലെങ്കിലും ഇങ്ങനെ പറയും അല്ലെ. ഇതേ ചോദ്യം തന്നെയാണ് 1000 വർഷങ്ങൾക്ക് മുമ്പ് ഗിദെയോനും ചോദിച്ചത്. അതിനുശേഷം ഇന്നുവരെ ആ ചോദ്യം ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. പഴയ നിയമത്തിലെ ന്യായാധിപന്മാർ എന്ന പുസ്തകത്തിലെ 6-ാം അധ്യായത്തില് വിവരിക്കുന്ന സംഭവം നിങ്ങളൊന്ന് നോക്കുക. ഇസ്രായേൽ മക്കൾ ദൈവത്തിനു മുൻപാകെ അനിഷ്ടമായുള്ളത് ചെയ്തപ്പോൾ 7 വർഷത്തേക്ക് അവരെ മിദ്യാന്റെ കയ്യിൽ ഏൽപ്പിച്ചു. മിദ്യാൻ ഇസ്രായേലിന്മേൽ ആധിക്യം സ്ഥാപിച്ചു. അവര് ഇസ്രായേലിനെ കഠിനമായി പീഡിപ്പിച്ചു. പീഡനം കാരണം ഇസ്രായേൽ മക്കളൊക്കെ ദുഃഖിച്ച് അവർ ദൈവത്തോട് നിലവിളിച്ചു. അപ്പോൾ ഒരു ദിവസം യഹോവയുടെ ഒരു ദൂതൻ ഗിദെയോന് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞു. അവനെ അഭിസംബോധന ചെയ്യുന്ന രീതി നോക്കുക. പരാക്രമശാലി എന്നാണ് വിളിക്കുന്നത്. ഇയാൾ ഒളിച്ചിരുന്ന് എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് മാലാഖ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്നത്, അല്ലയോ പരാക്രമശാലിയെ, ദൈവം യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഗിദെയോനും മറ്റ് ഇസ്രായേലിനെ പോലെ യഹോവയുടെ ശക്തിയുടെ കഥകളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഒന്നും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഗിദെയോന് സംശയമുണ്ടായി. അപ്പോൾ അവൻ പരിഹാസ രൂപേണ ചോദിച്ചു, അയ്യോ യജമാനനെ, യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ഭവിക്കുന്നത് എന്ത്? നമ്മുടെ പിതാക്കന്മാർ പറഞ്ഞിട്ടുള്ള യഹോവയുടെ അത്ഭുത പ്രവൃത്തികൾ എവിടെ പോയി എന്നിങ്ങനെ പരിഹാസത്തോടെ ചോദിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, ഇന്ന് നമ്മളും പലരും ഇതേപോലെ ഗിദെയോനെ പോലെ പരിഹാസത്തോടെ ചോദിക്കുന്നുണ്ട് ഇല്ലേ? എന്റെ കർത്താവേ, നിന്നെയൊക്കെ ഞാൻ ഇത്രയും നാൾ ഞാൻ സേവിച്ചു, പ്രാർത്ഥിച്ചു, നിനക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ ചെയ്തു, എന്നിട്ടും എന്റെ വീട്ടിൽ ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? നിന്റെ ശക്തി എവിടെ എന്ന് ചിലരെങ്കിലും ചിലപ്പോൾ മനസ്സിൽ ചോദിച്ചാൽ അവരെ കുറ്റപ്പെടുത്താനാവില്ല. പക്ഷെ നമ്മൾ യാതനകളിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ദൈവം നമ്മെ കൈവിട്ടുപോയി എന്ന് നമുക്ക് ഒരു പക്ഷേ നമ്മൾ സന്ദേഹിച്ചേക്കാം, നമ്മൾ ചിന്തിച്ചേക്കാം, ഭഗ്നാശരായേക്കാം. പക്ഷെ മോശ 40 വർഷം മരുഭൂമിയിൽ അലഞ്ഞു നടന്നിട്ടല്ലേ ദൈവം അവനെ വിളിച്ചത്? 40 വർഷം കൊട്ടാരത്തിൽ രാജകുമാരനെ പോലെ ജീവിച്ചിരുന്ന ആളാണ്. അത് കഴിഞ്ഞ് എന്താ സംഭവിച്ചത്? ഒരു ഇസ്രയേലിനെ ഒരു മിസ്രൈംകാരൻ തല്ലുന്നത് കണ്ടപ്പോൾ യുവാവായ മോശയുടെ രക്തം തിളച്ചു. കൊടുത്തു 2 അടി. ആ കഷ്ടകാലത്തിന് മർമ്മത്തിൽ കൊണ്ടു. അവൻ അവിടെ മരിച്ചു വീണു. അവനെ കുഴിച്ചിട്ടിട്ട് മണ്ണ് മന്തി അവിടെ കുഴിച്ചിട്ടിട്ട് ആരും അറിയില്ല എന്ന് വിചാരിച്ചു. പക്ഷെ വേറൊരാൾ അദ്ദേഹം ഈ മോശയെ കണ്ടപ്പോൾ ഇവനല്ലേ ഇന്നലെ ആ മിസ്രൈംകാരനെ കൊന്നത് എന്ന് പറഞ്ഞപ്പോൾ മോശയ്ക്ക് മനസ്സിലായി തന്റെ കള്ളം പുറത്തു വരുമെന്ന്. അപ്പോൾ അവിടെ നിന്ന് ഓടി മരുഭൂമിയിൽ 40 വർഷം അലഞ്ഞു നടന്നു. അത് കഴിഞ്ഞിട്ടാണ് ദൈവം അവനെ വിളിക്കുന്നത് അല്ലെ. എലീശ നിരാശയുടെ പടുകുഴിയിൽ കിടന്നുകൊണ്ട്, ദൈവമേ എന്റെ ജീവനെ അങ്ങ് എടുത്തേക്കണമേ എന്ന് പ്രാർത്ഥിച്ചില്ലേ? 12 വർഷത്തെ കാരാഗൃഹവാസത്തിന് ശേഷമല്ലേ ജോസഫിനെ ദൈവം സ്വതന്ത്രനാക്കിയത്? ദൈവത്തിന് പല പദ്ധതികളുണ്ട്. ആ പദ്ധതി അദ്ദേഹത്തിന് മാത്രമേ അറിയാവുകയുള്ളൂ. അദ്ദേഹം നമ്മളോട് അത് പറയില്ല. അദ്ദേഹത്തിന്റെ ഡയറിയിൽ ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. പക്ഷെ ആ ഡയറി ഒന്നും നമ്മളെ കാണിച്ചു തരില്ല. he will not share his diary with us. That is a problem. അപ്പോൾ നമുക്ക് ഈ നമ്മുടെ യാതനകളുടെ കാരണം എന്തെന്ന് നമുക്ക് മനസ്സിലായി എന്ന് വരില്ല. ഈ കഷ്ടപ്പാടുകൾ നമുക്ക് നൽകുന്നത് അവനിൽ കൂടുതൽ ആശ്രയിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ 2-3 വാക്യങ്ങൾ നമുക്ക് ഒന്ന് നോക്കാം. യാക്കോബ് എഴുതിയ ലേഖനം 1-ാം അധ്യായം 2-3. എന്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്ന് എണ്ണിക്കൊള്ളുവീൻ. നിങ്ങൾ ഓരോ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ, ബുദ്ധിമുട്ടുകൾ കൂടി നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന അവിടെ നടക്കുകയാണ്. ആ വിശ്വാസത്തിന്റെ പരിശോധന നടക്കുമ്പോൾ അത് സ്ഥിരത ഉളവാക്കുന്നുണ്ടോ എന്ന് ദൈവം പരിശോധിക്കുകയാണ്. അപ്പോൾ സ്ഥിരത ഉണ്ടാകുമെങ്കിൽ അത് സന്തോഷം തന്നെയാ നിങ്ങൾക്ക് സമ്മാനിക്കും അല്ലെ. അപ്പോൾ നമ്മൾ കഷ്ടപ്പാടുകൾ കൂടി പോകുന്നത്
എന്നിട്ട് പറയുന്നുണ്ട്, എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരുമാകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി നിങ്ങളിൽ നിന്നും ഉണ്ടാകട്ടെ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് ദൈവം തരുന്ന ഒരു 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 പരീക്ഷണമാണ് ഇത്. ഞാൻ അതാണ് പറയുന്നത്, നമ്മളെ ഒന്ന് അസസ് ചെയ്യാൻ, നമ്മുടെ വിശ്വാസത്തിന് എന്തുമാത്രം തീഷ്ണതയുണ്ട്, എത്രമാത്രം ഡെപ്ത് ഉണ്ട്, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ദൈവം നൽകുന്ന ഒരു അവസരമായിട്ട് വേണം ഇതിനെ കാണാൻ. ഇത് ഇങ്ങനെ മാത്രമല്ല, ഇത് ചിലപ്പോഴ് ഇത് നമ്മെ നേർവഴിക്ക് നയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്നായിരിക്കും. നമ്മൾ പോകുന്ന തിന്മയുടെ മാർഗങ്ങളിൽ കൂടി നമ്മൾ ചരിക്കുമ്പോൾ ദൈവത്തിന് തോന്നാം ഇങ്ങനെ പോയാൽ ശരിയാവില്ല, അതുകൊണ്ട് ഒരു നേർവഴിക്ക് നിങ്ങൾ പോകണം. ഇപ്പോൾ തന്നെ നമുക്കറിയാം, വിദേശത്തൊക്കെ ഇപ്പൊ ദുബായിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, എങ്കിലും നിങ്ങൾ ഇംഗ്ലണ്ടിലോ അല്ലെങ്കിൽ യൂറോപ്പിൽ എവിടെയെങ്കിലുമോ പോയി നോക്കുക, പള്ളികളെല്ലാം അടഞ്ഞു കിടക്കുന്നു. ഇപ്പോഴത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്, നേരത്തെ നല്ല സമയത്ത്, ഞാൻ 1995 ഇംഗ്ലണ്ടിൽ പഠിക്കാൻ പോകുന്ന സമയത്ത് ഞാൻ കണ്ട കാഴ്ചയാണ്. പള്ളികളെല്ലാം അടഞ്ഞു കിടക്കുകയാണ്, ആരും പള്ളിയിൽ പോകുന്നില്ല. വളരെ പ്രായം ചെന്ന ആൾക്കാരൊക്കെ ചിലപ്പോൾ പള്ളിയിൽ പോകും, അല്ലാതെ ആരും പോകുന്നില്ല. ഞാൻ എന്റെ ഭാര്യയും കുട്ടികളുമായിട്ട് പള്ളിയിൽ പോകുമ്പോൾ അവർക്ക് വലിയ ഒരു സന്തോഷമായിരുന്നു. കാരണം ആംഗ്ലിക്കൻ ചേർച്ചിൽ ചെല്ലുമ്പോൾ അവർ വിചാരിക്കും, അയ്യോ ഇവര് കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് വരുന്നു, അത് കാണാൻ പറ്റാത്ത ഒരു കാഴ്ചയാണ്. അപ്പൊ അങ്ങനെയൊന്നും ആളുകളൊന്നും പോകുന്നില്ല, ആളുകൾക്കൊന്നും വിശ്വാസമില്ല. എത്ര പേർ ഇതിലൊക്കെ എന്ത് കാര്യം എന്നാണ് ആളുകളുടെ പേര്. കാരണം സമ്പൽ സമൃദ്ധിയുടെ മടിത്തട്ടിൽ വിരാജിക്കുമ്പോൾ എന്ത് ദൈവം എന്ന് നമ്മൾ ചോദിക്കും, അല്ലെ? അതുകൊണ്ടാണ് നമ്മൾ പ്രോവേർബ്സ് എടുത്ത് സദൃശവാക്യങ്ങൾ എടുക്കുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ 2 കാര്യം നിന്നോട് അപേക്ഷിക്കുന്നു, ജീവപര്യന്തം എനിക്ക് നിഷേധിക്കരുതേ, വ്യാജവും ഭോഷ്കും എന്നോട് അകറ്റണമേ, ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരാതെ നിത്യവൃത്തി തന്ന് എന്നെ പോഷിപ്പിക്കണമേ. കാരണം സമ്പത്ത് എനിക്ക് വന്നാൽ യഹോവയോ അതാർ എന്ന് ചോദിച്ച് നിന്നെ നിരാകരിക്കാനും, എനിക്ക് ദാരിദ്ര്യം തന്നാൽ ഞാൻ മോഷ്ടിച്ച് നിന്റെ നാമത്തെ മലിനപ്പെടുത്താനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് രണ്ടും എനിക്ക് തരരുതേ എന്ന് മനോഹരമായ ഒരു പ്രാർത്ഥനയുണ്ട്, അല്ലെ? സമ്പൽ സമൃദ്ധി ഉണ്ടാകുമ്പോൾ നമ്മൾ ചോദിക്കും, യഹോവയോ, അത് കോൻ ഹേ, ആരാണ് ദൈവം എന്ന് നമ്മൾ ചോദിച്ചേക്കാം, അവനെ നിരാകരിച്ചേക്കാം, അല്ലെ? അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ആ സമ്പൽ സമൃദ്ധിയുടെ മടിത്തട്ടിൽ അങ്ങനെ വിരാജിക്കുന്ന സമയത്ത് ഇതിന്റെ ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല. എന്ത് തോന്നിയാസം വേണമെങ്കിലും കാണിക്കാം, ഒരു പ്രോബ്ലം ഇല്ല. അങ്ങനെയൊക്കെ പോകുമ്പോൾ നമ്മളെ അവൻ ഒന്ന് പറയുകയാണ്, നിൽക്ക് നിനക്ക് ഒന്നുകൂടി നീ ഒന്ന് ആലോചിക്കുക, നിനക്ക് സ്വയം നീ കണ്ടെത്ത് എന്ന് പറയാൻ, നമ്മളെ നേർവഴിക്ക് നയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം കൂടി ആയിരിക്കാം ഇത്. ഉദരത്തിന്റെ അറകളിലേക്ക് ചെല്ലുന്ന തല്ലും പൊട്ടിപ്പോകത്തക്ക അടിയും ദോഷത്തെ അടിച്ചു വാരിക്കളയുന്നു എന്ന സദൃശവാക്യങ്ങൾ 20-ാം അധ്യായം 20-ാം വാക്യത്തിൽ വളരെ ചിന്തനീയമായ ഒരു വാക്യമുണ്ട്. ഉദരത്തിന്റെ അറകളിലേക്ക് ചെല്ലുന്ന തല്ലും പിന്നെ പൊട്ടിപ്പോകത്തക്ക അടിയും അത് ദോഷത്തെ മുഴുവനും അടിച്ചു വാരുന്നു എന്ന് പറയുന്നു. അപ്പോൾ നമ്മളിലുള്ള ദോഷത്തെ അടിച്ചു വരാൻ വേണ്ടി ദൈവം നൽകുന്ന ഒരു തല്ലാണിത് എന്ന് പറയുന്നതിൽ തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല. അത് തീർച്ചയായിട്ടും അത് നമ്മൾ നോക്കേണ്ടുന്ന ഒരു കാര്യമാണ്. പിന്നെ നമ്മളെ ചില അച്ചടക്കം നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട്, ഡിസിപ്ലിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലെ? 119-ാം സങ്കീർത്തനം 71-72 വാക്യങ്ങൾ വളരെ പ്രസിദ്ധമായ വാക്യമാണ്. നിന്റെ ചട്ടങ്ങൾ പഠിക്കാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണകരമായി. 1000 പൊൻവെള്ളി നാണ്യത്തെക്കാൾ നിന്റെ വായിൽ നിന്നുള്ള ന്യായപ്രമാണം എനിക്ക് ഉത്തമം എന്ന ആ വാക്യം തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവർക്കും അറിവുള്ള ഒന്നായിരിക്കണം. നമ്മളെ ചില ചട്ടങ്ങൾ നമ്മൾ പഠിക്കണം, കർത്താവിന്റെ ന്യായപ്രമാണങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അതിനുവേണ്ടി നമ്മളെ ഡിസിപ്ലിൻ ചെയ്യാനുള്ള ഒരു പരിപാടി കൂടിയാണ് ഇത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി വേറൊന്നുണ്ട്, ചിലപ്പോൾ ദൈവം ഇങ്ങനെ ചില ശിക്ഷകൾ നൽകുന്നത്, ഇതേപോലെ പരീക്ഷണങ്ങൾ നടത്തുന്നത് നമ്മളെ വലിയ അപകടങ്ങളിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഇപ്പോൾ തന്നെ പറയുന്നു, ഇപ്പോൾ വന്ന ഈ കൊറോണ വൈറസിനേക്കാളും മാരകമായ മറ്റു വൈറസുകളുണ്ട്. ഇപ്പോൾ ഈ കൊറോണ വൈറസ് നമ്മള് സ്പർശനത്തിലൂടെ അല്ലെങ്കിൽ തുമ്മുമ്പോൾ പോകുന്ന ജലകണങ്ങളിലൂടെയൊക്കെയാണ് വ്യാപരിക്കുന്നതെന്നാണ് പറയുന്നത്. എന്നാൽ ചില വൈറസുകൾ നമ്മെ നിന്ന നിൽപ്പിൽ തന്നെ നമ്മൾ മരിച്ചു വീഴും. അങ്ങനെയുള്ള മാരകമായ വൈറസുകളുണ്ട്. ആ വൈറസുകൾ എപ്പോഴാണ് വരുന്നതെന്ന് പറയാനാവില്ല. അങ്ങനെയൊക്കെ വന്നാൽ അത് ഇപ്പോൾ പറയുന്ന ദുരന്തത്തെക്കാളും വലിയ മഹാദുരന്തമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള വൈറസുകൾ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്നുണ്ടെന്നുള്ളത് ഓർമ്മ വേണം.
അപ്പോൾ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ശിക്ഷ ചിലപ്പോൾ വലിയ ശിക്ഷകളിൽ നിന്നും നമുക്ക് മോചനം നൽകാൻ വേണ്ടിയിട്ടായിരിക്കും. നിങ്ങൾ കുറച്ച് നാൾ മുമ്പ്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് പത്രത്തിലൊരു വാർത്ത ഉണ്ടായിരുന്നു. ഇതേ അവിടെ ഇടുക്കിയില് ഒരു വലിയ ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്ത് ഉണ്ടായ ഒരു വാർത്ത. അവിടെ ഒരു ദിവസം ഒരു പാവപ്പെട്ട മുസ്ലിം സ്ത്രീ, വിധവയാണ്, 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് അവർ ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരികയാണ്. തന്റെ കൊച്ചു ചെറ്റപ്പുരയിലേക്കാണ് വരുന്നത്. അവർ വീട്ടിൽ കയറിയപ്പോൾ കണ്ട കാഴ്ച എന്തായിരുന്നു? അവിടെ ഒരു മൂർഖൻ പാമ്പിനെ കണ്ടു. കൊച്ചു കുഞ്ഞുങ്ങളെ 2 കയ്യിലെടുത്ത് അവർ വാവിട്ട് നിലവിളിച്ചു. അപ്പോൾ അയൽക്കാരൊക്കെ വന്ന് മൂർഖനെ കൊല്ലാൻ നോക്കി. മൂർഖനെ പിടികിട്ടിയില്ല. അത് കഴിഞ്ഞപ്പോൾ അവർക്ക് പേടിയായി. അവിടെ ഒറ്റയ്ക്ക് രാത്രിയിൽ എങ്ങനെ കുഞ്ഞുങ്ങളെയുമായിട്ട് താമസിക്കും? അപ്പോൾ അവർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, അടുത്ത അയൽവാസിയുടെ വീട്ടിൽ പോയി താമസിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ അവരുടെ അയൽവാസിയുടെ വീട്ടിൽ പോയി താമസിച്ചു. രാത്രിയിൽ ഭയാനകരമായ ഒരു ശബ്ദം കേട്ടു. ലൈറ്റൊക്കെ തെളിച്ചു നോക്കിയപ്പോൾ കണ്ട കാഴ്ച എന്താ? ഒരു വലിയ പാറക്കല്ല്, ഉരുൾപൊട്ടലിൽ ഒരു പാറക്കല്ല് ഉരുണ്ട് വീണ ആ വീട് ആ കൂരയുടെ മുകളിൽ തന്നെ വീണു. അത് മുഴുവനും നാമാവശേഷമായി. നോക്കൂ, അന്ന് അവിടെ മൂർഖനെ പിടികൂടിയിരുന്നുവെങ്കിൽ അന്ന് അവരവിടെ താമസിച്ചേനെ. അന്ന് അവരവിടെ താമസിച്ചിരുന്നുവെങ്കിൽ അവരുടെ പൊടി പോലും പിറ്റേ ദിവസം കിട്ടുമായിരുന്നില്ല, അല്ലെ? അപ്പോൾ നോക്കൂ, ഒരു വലിയ ആപത്തിൽ നിന്നും നമ്മളെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് ദൈവം നമുക്ക് ഒരു ശിക്ഷ നൽകിയിരിക്കുന്നു. അല്ലെങ്കിൽ അതിനേക്കാളും അതിൽ നിന്നും നമ്മളെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് നമുക്കൊരു വാർണിംഗ് നൽകിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം. തീർച്ചയായിട്ടും നമുക്ക് അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം 20-ാം വാക്യമുണ്ട്, നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു, രക്ഷ വരുത്തുന്നതിന് ഗുണകരമായി തീർത്തു. You intended to harm me, but God intended it for good. അപ്പോൾ നമുക്ക് ദോഷമുണ്ടാക്കണം എന്ന് വിചാരിച്ചു, പക്ഷെ ദൈവം നന്മയ്ക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്തു എന്ന് പറയുന്നു. പിന്നെ ഒന്നുള്ളത്, നമ്മളെ പുനഃസംവിധാനം ചെയ്യാനുള്ള ഒരു മാർഗമാണ്. ഇത് ഞാൻ ആദ്യമേ പറഞ്ഞ കാര്യമാണ്. നമ്മൾ ആത്മപരിശോധന ചെയ്യുമ്പോൾ നമുക്കുള്ള കുറ്റങ്ങളും കുറവുകളും നമ്മൾ കണ്ടിട്ട് അതിൽ നിന്നും നമുക്കൊരു മാറ്റം ഉണ്ടാകാൻ വേണ്ടി നമ്മൾ നോക്കുന്നു, അല്ലെ? അപ്പോൾ അങ്ങനെ ആകുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെ ഒന്ന് പുനഃസംവിധാനം ചെയ്യാനുള്ള ഒരു മാർഗമായിട്ട് നമ്മൾ ഇതിനെ കാണണം. അതാണ് റോമർക്ക് എഴുതിയ ലേഖനത്തില് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. 5-ാം അധ്യായം 3-ാം വാക്യം, 3-ഉം 4-ഉം വാക്യങ്ങൾ അതിൽ പറയുന്നു, കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. കഷ്ടത സഹിഷ്ണുതയെ സമ്മാനിക്കുന്നു, സഹിഷ്ണുത സിദ്ധതയെ സമ്മാനിക്കുന്നു, സിദ്ധത പ്രത്യാശയെ സമ്മാനിക്കുന്നു. അതുകൊണ്ട് കഷ്ടങ്ങളിലും നാം പ്രശംസിക്കുക, ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ എന്ന് പറയുക എന്ന് പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം നമുക്കുണ്ടാകുന്ന ചില മാർഗങ്ങളാകാം. ഇങ്ങനെ നമ്മളെ ഒന്ന് പുനഃസംവിധാനം ചെയ്യാൻ അവൻ എന്താ ചെയ്യുന്നത്? അവൻ നമ്മെ ചില കഷ്ടപ്പാടുകളിലൂടെ കടത്തിക്കൊണ്ടു പോവുകയാണ്. അതാണ് മലാഖിയുടെ പുസ്തകം 3-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നു, നമ്മളെ ശുദ്ധി ചെയ്തെടുക്കാൻ വേണ്ടി ദൈവം യാതനകൾ നൽകും. 5-ാം ശതകത്തിന്റെ മധ്യകാലത്ത് ജീവിച്ചിരുന്ന ആളാണ് ഈ മലാഖി എന്ന പ്രവാചകൻ. അദ്ദേഹം 3-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നു, ദൈവം ഊതിക്കഴിക്കുന്നവനെ പോലെയും വെള്ളി ശുദ്ധി വരുത്തുന്നവനെ പോലെയും ഇരിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതെന്തായി പറഞ്ഞതിന്റെ അർത്ഥം? ദൈവം ഊതി കഴിക്കുന്നവനെ പോലെയും വെള്ളി ശുദ്ധി ചെയ്യുന്നവനെ പോലെയും ഇരിക്കുന്നു. ഞാൻ ഈ പറയുന്നത് കേൾക്കുന്ന കുട്ടികൾ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇതൊന്നും മനസ്സിലാവില്ല. നമ്മളെ പോലെ പ്രായമായവർക്ക് ഇതൊക്കെ മനസ്സിലാവും. നമ്മള് തട്ടാന്റെ ആല കണ്ടിട്ടുണ്ട്, അല്ലെ? ആ തട്ടാൻ അവിടെ ഇരിക്കുന്ന എങ്ങനെയാ? അവനവിടെ നിലത്തിരുന്നിട്ട് അവിടെ ഉമിയെല്ലാം ഇട്ട് തീയെല്ലാം കൊടുത്തിട്ട് ഇവിടെ ഊതിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ദൈവം ഇതുപോലെയാണ്, ഇങ്ങനെ ഊതിക്കൊണ്ടിരിക്കുകയാണ്. ഈ തട്ടാൻ എന്താ ചെയ്യുന്നത്? അവനൊരു ചവണയില്, ചവണ എന്ന് പറഞ്ഞാൽ ഫ്ലോങ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അപ്പൊ അതിനകത്ത് ഈ സിൽവർ കഷ്ണം, വെള്ളി കഷ്ണം ആ ചവണയിൽ പിടിച്ചിട്ട് അവൻ പതുക്കെ തീക്കകത്തോട്ട് വെക്കും. ആ തീയുടെ അരികിലല്ല വെക്കുന്നത്, നടുക്കാണ് വെക്കുന്നത്. കാരണം അവിടെയാണ് തീയുടെ ആധിക്യം കൂടുതൽ, ഇന്റൻസിറ്റി കൂടുതൽ അവിടെയാണ്. അപ്പോൾ അവിടേക്ക് അവൻ ചവണയിൽ സിൽവർ കഷ്ണം, വെള്ളി കഷ്ണം എടുത്ത് പിടിച്ചിട്ട് അത് തീയിലേക്ക് കാണിക്കുകയാണ്. അപ്പോൾ അവിടെ ഇരുന്നിട്ട് അതെന്ത് ചെയ്യും? അത് ഒഴുകാൻ തുടങ്ങും, അല്ലെ? തീയുടെ ആധിക്യം കൊണ്ട് അത് ഉരുകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അതിലുള്ള അഴുക്കുകളെല്ലാം അലിഞ്ഞു പോകുന്നു, അത് മെൽറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ മെൽറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് വേദന ഉണ്ടാകും.
അല്ലെ? നമ്മൾ ദൈവം ഇതുപോലെ നമ്മളെ ഒരു ചവണയിൽ പിടിച്ചിട്ട് തീയുടെ ആധിക്യമുള്ള സ്ഥലത്തേക്ക് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഉരുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉരുക്കിയെടുക്കുമ്പോൾ നാം നിലവിളിക്കും, പ്രാർത്ഥിക്കും, എന്റെ ദൈവമേ എന്നെ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്, എന്നെ ഒന്ന് മോചിപ്പിക്കണമേ എന്ന് നമ്മൾ നിലവിളിക്കും. തട്ടാൻ എന്താ ചെയ്യുന്നത്? അവൻ ഇങ്ങനെ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അവൻ കുറച്ച് കഴിയുമ്പോൾ തിരിച്ചെടുക്കും, അല്ലെ? അതിനെ അവിടെ ഉപേക്ഷിക്കില്ല, തിരിച്ചെടുക്കും. അപ്പോൾ എപ്പോഴാണ് തിരിച്ചെടുക്കുന്നത്? തട്ടാന്റെ കയ്യിൽ വാച്ചൊന്നുമില്ല, വാച്ച് നോക്കിയിട്ടൊന്നുമല്ല അയാൾ തിരിച്ചെടുക്കുന്നത്. അതുപോലെ തട്ടാൻ ചെയ്യുന്നത് ഇത് അഴുക്കെല്ലാം പോയി കഴിഞ്ഞാൽ അവൻ അത് എടുത്ത് ഇങ്ങനെ ഒന്ന് നോക്കും. അപ്പോൾ നോക്കുമ്പോൾ തട്ടാന്റെ മുഖം അതവിടെ കാണാൻ സാധിക്കും, റിഫ്ലക്ട് ചെയ്യും. അങ്ങനെ റിഫ്ലക്ട് ചെയ്യുമ്പോൾ അയാൾക്ക് മനസ്സിലാവും ഇതിലെ അഴുക്കുകളെല്ലാം പോയി, ഇനി ഇത് ഉപയോഗിക്കാൻ കൊള്ളാം. അല്ലെങ്കിൽ ഇത് മേൽത്തരം സ്വർണ്ണ നാണയം അല്ലെങ്കിൽ മേൽത്തരം വെള്ളി നാണയം, വെള്ളി ആഭരണം ആക്കി മാറ്റാൻ പാകമായി എന്ന് വിചാരിക്കും. അപ്പോൾ അവൻ എടുക്കും. ദൈവം ഇതുപോലെയാണ്. നമ്മളെ ഒരു ചവണയിൽ പിടിച്ച് നമ്മളെ തീയുടെ ആധിക്യത്തിൽ കൊണ്ട് പിടിച്ചു വെച്ചിരിക്കുകയാണ്. നമ്മളതിൽ കിടന്ന് ഉരുകുകയാണ്. വെണ്ണീറായി പോകുമോ എന്ന് നാം പേടിച്ച് നിലവിളിക്കുകയാണ്. പേടിക്കണ്ട, ദൈവം അവിടെ തന്നെ ഇരിപ്പുണ്ട്. അവൻ നമ്മളെ കൈവിടുകയില്ല. അവൻ നമ്മളെ അവിടെ നിന്ന് മോചിപ്പിക്കും. എപ്പോഴാണ്? അവൻ ഈ തട്ടാനെ പോലെ നമ്മളിലോട്ട് നോക്കും. അവന്റെ മുഖം ഇതിൽ കാണാൻ പറ്റുമോ എന്ന് നോക്കും. എപ്പോഴാണോ നാം നമ്മുടെ ദൈവത്തിന്റെ മുഖം നമ്മളിലൂടെ പ്രതിബിംബിപ്പിക്കുന്നത്, റിഫ്ലക്ട് ചെയ്യുന്നത്, അപ്പോൾ അവൻ നമ്മെ അതിൽ നിന്ന് മോചിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് എല്ലാ പരീക്ഷണങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും അതെല്ലാം നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മളെ ഒന്ന് പുനഃസംവിധാനം ചെയ്യാനുള്ളതാണ്. അതാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് തന്നെയാണല്ലോ അതാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, കഷ്ടത സഹിഷ്ണുതകളെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശത്തെയും ഉളവാക്കുന്നു എന്ന്. ഇനി നമുക്ക് നോക്കാം, ഇനിയുള്ള കാലത്ത് എങ്ങനെയായിരിക്കണം നമ്മളുടെ റെസ്പോൺസ്, ഇനി എങ്ങനെയായിരിക്കണം. ഇതൊക്കെ നമ്മളെ എങ്ങനെയാണ് ഈ പരീക്ഷണങ്ങളിൽ കൂടിയൊക്കെ നമുക്ക് ഇനിയുള്ള ശിഷ്ട സമയത്ത് നമ്മൾ എങ്ങനെ ജീവിക്കണം എന്ന് കൂടി നമുക്ക് നോക്കാം. ഒന്ന് നമ്മൾ പറയേണ്ടുന്നത്, എനിക്ക് തോന്നുന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 25 മുതൽ 26 വരെയുള്ള വാക്യം. അപ്പോൾ ഇത് എന്താ സംഭവം എന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അവിടെ കർത്താവ് ശിഷ്യന്മാരുമൊത്ത് ബഥാനിയിലെ ലാസർ മരിച്ചു കിടക്കുന്ന സമയത്ത് അവിടേക്ക് പോവുകയാണ്. അവിടെ ചെന്നപ്പോൾ അവനെ സംസ്കരിച്ചിട്ട് 4 ദിവസം കഴിഞ്ഞിട്ടാണ് കർത്താവ് അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ സഹോദരിമാര് പറഞ്ഞു, എന്റെ കർത്താവ് ഇനി ഒന്നും ചെയ്യാനില്ല, കാരണം ഞങ്ങൾ 4 ദിവസമായി നാറാൻ തുടങ്ങിയിട്ടുണ്ട്, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ മരിക്കില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഇപ്പോഴും നീ ദൈവത്തോട് എന്ത് അപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നു എന്നും അവൾ പറഞ്ഞു. അപ്പോൾ യേശു അവളോട് പറഞ്ഞ വാക്യമാണ് ഞാൻ ഉദ്ധരിച്ചത്. യേശു അവളോട് പറയുകയാണ്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല എന്ന് പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് നാം വിശ്വസിക്കുന്നുണ്ടോ? കർത്താവ് പറയുകയാണ്, എന്നിൽ വിശ്വസിക്കൂ, എന്നിൽ വിശ്വസിച്ചാൽ നീ മരിച്ചാലും നിനക്ക് പ്രശ്നമില്ല, നീ ജീവിക്കും, നീ നിത്യജീവന അവകാശിയായിരിക്കും, അല്ലെ? നീ ജീവിച്ചിരുന്നിട്ട് എന്നിൽ വിശ്വസിച്ചിട്ടുണ്ട് എങ്കിൽ നീ ഒരു നാളും മരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ you are going to have eternal life. So why do you worry? മരണമുണ്ടായാൽ എന്ത് പ്രശ്നമില്ല, സന്തോഷത്തോടെ സ്വീകരിക്കൂ, കുഴപ്പമൊന്നും ഉണ്ടാവുന്നില്ല. കാരണം നിനക്ക് മറ്റൊരു ജീവനുണ്ട്. ഈ ജീവിതമല്ല നമ്മുടെ ജീവിതം, ഇത് ഐഹിക ജീവിതമാണ്, താൽക്കാലിക കൂടാരമാണിത്. നമുക്ക് താമസിക്കാൻ വേറൊരു സ്ഥലമുണ്ട് എന്ന് കർത്താവ് പറയുകയാണ്. അതുകൊണ്ടാണ് അവൻ പറഞ്ഞത്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്ന് പറയുന്നത്. ഇത് നാം വിശ്വസിക്കുന്നുവെങ്കിൽ പത്രോസ് പറയുന്നത് പോലെ, പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 5-ാമത്തെ അധ്യായം 7-ാം വാക്യം. അതിൽ പറയുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ, നിർമ്മദരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ എന്ന് പറയുന്നു.
അവൻ നിങ്ങൾക്കായി കരുതുന്നവനാണ്. അതുകൊണ്ട് നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും, നിങ്ങളുടെ എല്ലാ ട്രബിൾസും, നിങ്ങളുടെ എല്ലാ ചിന്തകളും, എല്ലാ പ്രശ്നങ്ങളും അവന്റെ മേലിട്ട് കൊള്ളുവീൻ, നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ എന്ന് എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ നമ്മൾ ഉണർന്നിരുന്നാൽ, നമ്മളെ മരണത്തെക്കുറിച്ചുള്ള നമ്മുടെ ഭയമെല്ലാം വെടിഞ്ഞിരുന്നാൽ എന്താണ് നമുക്ക് ലഭിക്കുന്നത്? അത് നമുക്ക് വേദപുസ്തക സുവിശേഷം പറയുന്ന ഏറ്റവും വലിയ പ്രോമിസ് ഇതാണ്. എന്താണെന്നോ? ജീവൻ നൽകും. എങ്ങനത്തെ ജീവൻ? സമർത്ഥമായ ജീവൻ നൽകും. ഐ വിൽ ഗിവ് യു ലൈഫ്. ഐ ഹാവ് കം ടു ഗിവ് യു ലൈഫ്. എങ്ങനത്തെ ലൈഫാണ്? അബൻഡന്റ് ലൈഫ്. സമൃദ്ധമായ ജീവിതമാണ് നൽകാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ നമ്മുടെ എല്ലാ ചിന്താകുലങ്ങളും കർത്താവിൽ നമ്മൾ അവനിൽ അർപ്പിച്ചു വെച്ചാൽ നമുക്ക് നിർഭതരായിരിക്കാം, നമുക്ക് ഉണർന്നിരിക്കാം, മരണത്തെക്കുറിച്ചുള്ള ഭയമെല്ലാം വെടിഞ്ഞ് നമുക്ക് ജീവിതം ആസ്വദിക്കാം. അതാണ് ദൈവം നൽകുന്നത്. ഹീസ് പ്രോമിസിങ് യു ലൈഫ്. ഹീസ് പ്രോമിസിങ് യു അബൻഡന്റ് ലൈഫ്. ആ ലൈഫ് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ക്രൈസ്തവരായ നാം ദൈവവചനം ശരിയാണെന്നും സത്യമാണെന്നും വിശ്വസിക്കുന്നു, ഇല്ലേ? ഇത് ജീവന്റെ വചനമാണ്, നിത്യമായിട്ടുള്ള വചനമാണ്. ഇങ്ങനെയൊക്കെ പറയാൻ നല്ല എളുപ്പമാണ്. എനിക്ക് ഇവിടെ ഇരുന്ന് ഇങ്ങനെ പ്രസംഗിക്കാൻ നല്ല എളുപ്പമാണ്. പക്ഷെ ഇത് പ്രവർത്തിയിൽ കൊണ്ടുവരാൻ നന്നേ ബുദ്ധിമുട്ടാണ്, അല്ലെ? അപ്പോഴ് അതാണ് യാക്കോബ് ശ്ലീഹ 1-ാം അധ്യായം 22 മുതൽ 29 വരെയുള്ള യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നു, എങ്കിലും വചനം കേൾക്കം മാത്രം ചെയ്തത് കൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരുമായി ഇരിപ്പീൻ എന്ന് പറയുന്നത്. ഡു നോട്ട് മിയർലി ലിസൺ ടു ദ വേർഡ് ആൻഡ് ഗെറ്റ് ഡിസീവ്ഡ്, ഡു വാട്ട് ഇറ്റ് സേസ് എന്നാ പറയുന്നത്. അപ്പൊ നമ്മൾ വചനമെല്ലാം കേട്ടിട്ട് സന്തുഷ്ടരായിട്ട്, ഇപ്പൊ നിങ്ങൾ വചനം കേൾക്കുന്നു, ഇതെല്ലാം കേട്ട് നിങ്ങൾ ഹാപ്പി ആയിട്ട് അങ്ങ് പോയാൽ പോരാ. ഈ വചനം കേട്ട് കഴിഞ്ഞാല് അത് കേട്ടാ കൊള്ളായിരുന്നു, സാറ് പ്രസംഗിച്ചു നന്നായിരുന്നു എന്നൊന്നും പറഞ്ഞിട്ട് സ്ഥലം വിട്ടാൽ ശരിയാവില്ല. അതെന്ത് ചെയ്യണം? അത് ചെയ്യുന്നവരായിരിക്കണം, അല്ലെ? യു ഷുഡ് ഡു വാട്ട് ഇറ്റ് സേസ്. അതിൽ എന്താണ് പറയുന്നത് അത് ചെയ്യണം. അപ്പോൾ ഇപ്പൊ പറഞ്ഞ വാക്യങ്ങളെല്ലാം കേട്ടിട്ട് നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പോരാ, ആ വാക്കിനനുസരിച്ച് പ്രവർത്തിക്കണം. അപ്പോൾ കോവിഡിന്റെ ഭീഷണി നിലനിൽക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മൾ ചെയ്യേണ്ടുന്നത്. ഇനി നമ്മൾ പ്രതികരിക്കേണ്ടുന്നത്, ഞാൻ വീണ്ടും നിങ്ങളോട് പറഞ്ഞു, വായിച്ചതാണ്. നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നുവെന്ന് അറിഞ്ഞ് അത് സന്തോഷം എന്ന് എണ്ണിക്കൊള്ളുകയും എന്ന് ഞാൻ നേരത്തെ നിങ്ങളെ വായിച്ചു കൽപ്പിച്ച വേദഭാഗം ഓർക്കുക. വി ഷുഡ് ആസ്ക് ഫോർ വിസ്ഡം ടു ബി വൈസ്. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ, ഒന്നാമത് നിർമ്മലവും, പിന്നെ സമാധാനവും ശാന്തതയും അനുസരണമുള്ളതും കരുണയും സൽഫലം നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതുമാകുന്നു. എന്നാൽ സമാധാനം ഉണ്ടാക്കുന്നവൻ സമാധാനത്തിൽ വിതച്ച നീതി എന്ന ഫലം കൊയ്യും എന്നെഴുതി. യു ഷുഡ് ആസ്ക് ഫോർ വിസ്ഡം. ദിസ് ഇസ് ദ ടൈം. യു ഷുഡ് ആസ്ക്. പ്രാർത്ഥിക്കുമ്പോഴേ ദൈവമേ എനിക്ക് വിവേകം നൽകണമേ, മേക്ക് മീ വൈസ് എന്ന് പറയണം. പിന്നെ എന്താ? പിന്നെ പറഞ്ഞു, വീണ്ടും പ്രസിദ്ധമായ വാക്യമാണ് റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ 12-ാം വാക്യം. one of the most famous verses in the Bible. ആശയിൽ സന്തോഷിപ്പീൻ, കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പീൻ, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ, വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുകയും അതിസൽക്കാരം ആചരിക്കുകയും ചെയ്യുവിൻ. ഈ കാലത്ത്, ഈ കൊറോണ കാലത്ത് നമ്മൾ ചെയ്യേണ്ടത് ഇതാണെന്ന് തോന്നുന്നു. നമ്മൾ ആശയിൽ സന്തോഷിക്കുക, കഷ്ടതയിൽ സഹിഷ്ണുത കാണിക്കുക, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക, വിശുദ്ധന്മാരുടെ ആവശ്യങ്ങൾ കൂട്ടായ്മ കാണിക്കുക, അതിഥി സൽക്കാരം. ഇപ്പോൾ അതിന് വലിയ സ്കോപ്പില്ല, എന്നാൽ പോലും നമുക്ക് ഭക്ഷണത്തിന് വേണ്ടി വിശക്കുന്ന ഒരാള്, കിട്ടാത്ത ഒരാള്, രണ്ടുപേരും മാത്രമേ വീട്ടിലുള്ളൂ, അതിൽ ഒരാൾക്ക് കോവിഡ് വന്നു, മറ്റൊരാൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ സൽക്കാരമാണ്, അല്ലെ? ഇങ്ങനെയൊക്കെ നമ്മൾ പ്രവർത്തിക്കേണ്ടതായിട്ടിരിക്കുന്നു. യു ഷുഡ് നോട്ട് തിങ്ക് ഓൺ ദ വേൾഡ് ആസ് ദ വേൾഡ് തിങ്സ്. ഡോണ്ട് ബിഹേവ് ലൈക്ക് ഇറ്റ്. ലോകം ചിന്തിക്കുന്നത് പോലെയല്ല, ലോകത്തിന് അനുരൂപമാകരുത്. അതാണ് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്. അത് നിങ്ങളിൽ പിന്നെ ഗവൺമെന്റ് നിർദ്ദേശങ്ങളൊക്കെ പാലിക്കാം, പക്ഷേ നിങ്ങൾ ദൈവവചനം നിറഞ്ഞിരിക്കണം. ആ ദൈവവചനമാവണം നിങ്ങളെ നയിക്കേണ്ടത് എന്ന് പറയുന്നു. അങ്ങനെ ദൈവാത്മാവാൽ നടത്തപ്പെടുന്ന എല്ലാവരും ദൈവത്തിന്റെ മക്കളാകും. അതാണ് cultivate your relationship with God and Holy Spirit and seek to be led by him. നമ്മൾ അവനിൽ ആശ്രയിച്ച് അവനുമായി ബന്ധം സ്ഥാപിച്ച് പരിശുദ്ധാത്മ പ്രേരിതമായി നമ്മൾ നടക്കാൻ പഠിക്കണം. അതിനുവേണ്ടി കഴിവ് നമുക്കുണ്ടാവണം. നമ്മുടെ ചിന്തകളും നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തികളും പരിശുദ്ധാത്മ പ്രേരിതമായിരിക്കണം. അപ്പോഴാണ് നമുക്ക് സത്കർമ്മങ്ങൾ ചെയ്യാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ,
എനിക്ക് എന്റെ സമയം തീർന്നു പോകുന്നുണ്ടോ എന്ന് എനിക്കൊരു പേടിയുണ്ട്. കാരണം ഞാൻ ഇപ്പോൾ തന്നെ 10-35 മിനിറ്റ് കൂടുതൽ എടുത്തു കഴിഞ്ഞു. നിങ്ങളുടെ പിന്നെ എത്ര സമയം എനിക്ക് ഉണ്ടെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞില്ല, എങ്കിലും ഞാൻ ധൈര്യത്തിൽ അങ്ങ് പറഞ്ഞു പോവുകയാണ്. ഇവിടെ നമുക്ക് എല്ലാ പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും കഷ്ടപ്പാടിലൂടെയും നാം കടന്നു പോകുമ്പോൾ നമുക്ക് കഷ്ടപ്പാടുകൾ വരുമ്പോൾ നമ്മൾ ഒരു കുറ്റവും ചെയ്യാതിരുന്നിട്ടും ഒരു പ്രോബ്ലം നമ്മൾ ചെയ്യാതിരുന്നിട്ടും നിരപരാധിയായിരുന്നിട്ടും നമ്മൾ കഷ്ടം സഹിക്കേണ്ടി വന്നു എങ്കിൽ നിങ്ങൾ സന്തുഷ്ടരാവണം. കാരണം നിങ്ങൾ കഷ്ടം സഹിക്കണമെന്ന് ദൈവഹിതമെങ്കിൽ തിന്മ ചെയ്തിട്ടല്ല നന്മ ചെയ്തിട്ടാണ് സഹിക്കുന്നത് എങ്കിൽ അത് ഏറ്റവും നന്നാണ്. കാരണം നമ്മുടെ കർത്താവും കഷ്ടം സഹിച്ചില്ലേ? അവൻ വല്ല കുറ്റവും ചെയ്തോ? ഇത്രയും നിരപരാധിയായിരുന്നിട്ടും കഷ്ടപ്പാടിൽ കൂടി അവൻ കടന്നുപോയില്ലേ? അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എല്ലാ ചിന്താകുലങ്ങളും എല്ലാ ആകാംക്ഷയും എല്ലാം അവനിൽ ഇട്ടുകൊള്ളുക എന്ന് പറഞ്ഞത്. പിന്നെ നമ്മൾ തമ്മിൽ ഭാരം ചുമക്കണം. ഈ കൊറോണ കാലത്ത് മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ നമ്മുടെ പ്രയാസങ്ങളായി, അവരുടെ ബുദ്ധിമുട്ടുകൾ നമ്മുടെ ബുദ്ധിമുട്ടുകളായി, അവരുടെ കണ്ണുനീർ നമ്മുടെ കണ്ണുനീരായി, അവരുടെ വൃത്തിക്ഷയങ്ങളിൽ നമ്മൾ ഭാഗപാക്കുകളാവണം. അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ജീവിതം നയിക്കുന്നത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മൾ നന്മ ചെയ്യുക. അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും, വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭക്ഷണം കൊടുക്കാം, അല്ലെങ്കിൽ വെജിറ്റബിൾസ് വേണമെങ്കിൽ വാങ്ങിക്കൊടുക്കാം. അവിടെ നിന്ന് പോകാൻ കഴിയാത്തവരുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരാൾ അടുത്തുണ്ടെങ്കിൽ ആരാണെന്നും നോക്കണ്ട, അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ സ്കൈപ്പിൽ കൂടി അവരെ കാണുക, അവരെ ആശ്വാസവാക്കുകൾ പറഞ്ഞു കൊടുക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അല്ലെ? മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം നമ്മൾ അങ്ങനെ ജീവിക്കണം. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭകരവുമാണ് എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് നമുക്ക് ഓർമ്മ വരണം. നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ടെക്നോളജിയുടെ സഹായത്തോടു കൂടി ഇതൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. പ്രിയപ്പെട്ടവർ, ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്താണ് നമുക്ക് ലഭിക്കുക? ഇങ്ങനെയൊക്കെ ചെയ്താൽ ഫിലിപ്പീൻസ് 4:16 പറയുന്ന പോലെ നിങ്ങൾ ലോകത്തിൽ ജ്യോതിസ്സുകളെ പോലെ പ്രകാശിക്കും. അതാണ് ഈ പ്രയാസങ്ങളിൽ കൂടെ, ഈ ബുദ്ധിമുട്ടിൽ കൂടെ കടന്നു പോകുമ്പോഴും ഈ കർത്താവിന്റെ വചനം മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ യു വിൽ ഷൈൻ ലൈക്ക് സ്റ്റാർസ്. നിങ്ങൾ ജ്യോതിസ്സുകളെ പോലെ പ്രകാശിക്കും. അതാണ് വാഗ്ദാനം. അങ്ങനെ ഞങ്ങൾ മറ്റുള്ളവർക്ക് പ്രകാശം ചൊരിയുന്നവരായി ജീവിക്കണം. അല്ലെ? നക്ഷത്രത്തെ നോക്കുക, പ്രകാശം ചൊരിയുന്നു. പക്ഷെ ഈ നക്ഷത്രം പ്രകാശം ചൊരിയുമ്പോഴും അത് കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഗോളമാണെന്നുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? നോക്കൂ, അത് സ്വയം കത്തി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറെ കാലാന്തരങ്ങൾ കഴിയുമ്പോൾ ഈ ആകാശത്ത് പ്രകാശം ചൊരിയുന്ന ഈ നക്ഷത്രം കത്തി അവസാനം വെണ്ണീറായി അത് ഈ സൗരയൂഥത്തിൽ അതങ്ങ് ലയിച്ചു പോകും. അപ്പോൾ അത് സ്വന്തം ജീവിതം അത് കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു അഗ്നികുണ്ഠമാണ്. അങ്ങനെ കത്തിക്കൊണ്ടിരിക്കുമ്പോഴും മറ്റുള്ളവർക്ക് വെളിച്ചം പകരുന്നതാണ് നക്ഷത്രം. അല്ലെ? ജീവിതം എനിക്കൊരു ചൂളയായിരുന്നപ്പോൾ ഭൂവിന വെളിച്ചത്താൽ വെണ്മ ഞാൻ ഉളവാക്കി എന്നാണ് മഹാകവി ജി ശങ്കരക്കുറുപ്പ് നക്ഷത്രഗീതം എന്ന അദ്ദേഹത്തിന്റെ പ്രസിദ്ധ കവിതയിൽ നക്ഷത്രത്തെ കുറിച്ച് പറയുന്നത്. ജീവിതം എനിക്കൊരു ചൂളയായിരുന്നു, അത് എന്നിട്ടും ആ ചൂളയായിരുന്നപ്പോഴും അതിൽ നിന്നുള്ള വെളിച്ചം ഞാൻ ഭൂമിക്ക് കൊടുത്തു എന്നാണ് ഈ നക്ഷത്രം പറയുന്നത്. ഇതുപോലെ നമ്മുടെ ജീവിതം ചൂളയായിരിക്കുമ്പോഴും മറ്റുള്ളവർക്ക് വെളിച്ചം പകരാൻ നമുക്ക് കഴിയണം. അതിന് ദൈവം തമ്പുരാൻ നിങ്ങളെ എല്ലാവരെയും സജ്ജരാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നിങ്ങൾക്ക് നൽകിയ ഈ സമയത്തിന് ഞാൻ നന്ദി പറയുന്നു. നിങ്ങളുടെ സമയത്തിനും ക്ഷമയ്ക്കും വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ ഞങ്ങളെ സഹായിച്ചതിനായി ഞങ്ങളുടെ ഈ കാലത്തിലെ പ്രതിസന്ധികളിൽ ഞങ്ങൾ എങ്ങനെ വിശ്വാസത്തിൽ തികവുള്ളവരായി ജീവിക്കണമെന്ന് ഞങ്ങളെ കേൾപ്പിച്ച അത്ഭുതകരമായ വചനത്തിനായി സ്തോത്രം. കഷ്ടങ്ങളിൽ പ്രശംസിക്കുവാനും ഈ കാലത്തെ തിരിച്ചറിയുവാനും ജീവിതത്തെ പുനർസംവിധാനം ചെയ്യുവാനും കർത്താവ് ഞങ്ങളെ ഇടയാക്കി. കഷ്ടതകളിലൂടെ, സഹനങ്ങളിലൂടെ, തീയുടെ അനുഭവങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നു. ഞങ്ങളുടെ ഉടയവൻ, ഞങ്ങളുടെ സംരക്ഷകൻ ഞങ്ങളെ അത് തിളങ്ങുന്ന ആഭരണങ്ങളാക്കി ഈ കാലത്ത് മാറ്റും എന്ന് ഞങ്ങളെ കേൾപ്പിച്ചതാണ്. എല്ലാ സഹനങ്ങൾക്കും പരിഹാരം നിത്യമായ ജീവിതമാണ് എന്ന് ഞങ്ങളെ കേൾപ്പിച്ചതാണ്.
കർത്താവിന്റെ ഈ മാധുര്യമേറിയ അത്ഭുതകരമായ ശബ്ദം ശ്രമിക്കുവാൻ കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തി പ്രിയപ്പെട്ട ദാസനിലൂടെ ദൈവത്തിന്റെ ശബ്ദം പകരുവാൻ ദൈവമെല്ലാ വഴികളും എനിക്കായി. ഇതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിന് അനുഭവമായി തീരുവാൻ ദൈവം യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഇരിക്കാം. അപ്പോൾ അനൗൺസ്മെന്റ്സ്